നമസ്കാരം. നമുക്കിന്ന് ഒരു ഗണപതിയുടെ ഒരു ധ്യാന ശ്ലോകം പഠിക്കാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഇനി നമുക്കതിൻ്റെ അർത്ഥമൊന്നും ആലോചിക്കാം. ഗജാനനം, ഗജത്തിൻ്റെ മുഖത്തോടു കൂടിയ, ആനനം എന്ന് പറഞ്ഞാൽ മുഖം, ഗജം ആന, ആനയുടെ മുഖത്തോടു കൂടിയവനും. ഇതെല്ലാം ദ്വിതിയിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഗജാനനം എല്ലാം ദ്വിതിയാണ്. ഭൂതഗണാതിസേവിതം, ഭൂതഗണാദി, ഭൂതഗണം തുടങ്ങിയവരാൽ, ഭഗവാന്റെ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ ഭൂതഗണങ്ങളാൽ അപ്പോൾ അത് മാത്രമല്ല, ദേവന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്, കിന്നരന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട്, അങ്ങനെ എല്ലാവരാലും. അതാണ് ഭൂതഗണാതിസേവിതം. കപിത്ഥജംബൂഫലസാരഭക്ഷിതം. ഈ ഭക്ഷിതം എന്നുള്ളതിന് ഭക്ഷിണം എന്നൊരു പാഠമുണ്ട്, അതും നമുക്ക് സാധൂകരിക്കാവുന്നതാണ്. കപിത്ഥജംബൂഫലസാരഭക്ഷിതം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. കപിത്ഥം, കപിത്ഥം എന്ന് പറഞ്ഞാൽ കപികൾ ഇരിക്കുന്നിടം എന്നർത്ഥം. കപയഃ തിഷ്ഠന്ത്യത്ര, കപയഃ തിഷ്ഠന്ത്യത്ര ഇതി കപിത്ഥം. കപികൾ ഇരിക്കുന്ന ഇടം, കപികൾ ഇരിക്കുന്ന മരം എന്നർത്ഥം. കപികൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എന്താ കപികൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? അതിനാവശ്യമുള്ള ഫലങ്ങളുണ്ട്, അതിൽ പഴങ്ങളുണ്ട്, അതിൻ്റെ ശാഖകളിലൊക്കെ ഇങ്ങനെ ചാടി ഓടിക്കളിച്ച് നടക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മരമാണ് കപിത്ഥം. നമ്മുടെ അതിൻ്റെ മലയാളത്തിൽ പറഞ്ഞാൽ വിളാർ മരം എന്ന് പറയും. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വിദ്യാപീഠത്തിൻ്റെ ഒരു സമ്പ്രദായം അനുസരിച്ച് ഒരു വാക്കിൻ്റെ വാച്യാർത്ഥം മാത്രമല്ല പറയുന്നത്, അതിൻ്റെ വ്യുത്പത്തി അല്ലെങ്കിൽ അതിൻ്റെ നിഷ്പത്തി കൂടി, എങ്ങനെ ഈ വാക്ക് വന്നു, അതിനെന്താണ് അർത്ഥം, പിന്നെ വരുന്ന സെക്കൻഡറി മീനിങ് ആണ് ഈ പറഞ്ഞ വിളാർമരം എന്ന് പറഞ്ഞത്. അപ്പോൾ കപിത്ഥം എന്ന് പറഞ്ഞാൽ കപയഃ തിഷ്ഠന്ത്യത്ര, കപികൾ ഇതിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് കപിത്ഥം എന്ന പേരുണ്ടായി. ആ മരം ഏതാണെന്ന് ചോദിച്ചാൽ വിളാർമരം. പിന്നെ ജംബൂഫലം, ഞാറമരം. അപ്പം ജംബൂ എന്ന് പറഞ്ഞാൽ ജംബൂഫലം ഞാറപ്പഴം, ഞാഴൽ മരത്തിൻ്റെ പഴം. അതാ ഞാറൽ ഞാഴൽ എന്നൊക്കെ പറഞ്ഞ് പ്രാദേശികമായിട്ട് വ്യത്യാസം പറ്റി പറയാറുണ്ട്. ജംബൂഫൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും, അപ്പോൾ ഈ വിളാർ മരത്തിൻ്റെയും ഈ ഞാവൽ മരത്തിൻ്റെയും പഴങ്ങളെ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ കപികൾ. അങ്ങനെയുള്ള ആ മരത്തിൻ്റെ പഴങ്ങളുടെ സാരത്തെ ഭക്ഷിക്കുന്നവനും. അതാണ് കപിത്ഥജംബൂഫലസാരഭക്ഷിതം അല്ലെങ്കിൽ ഭക്ഷിണം. അപ്പോൾ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കപിത്ഥം എന്ന വാക്ക് വരുന്നതിൻ്റെ അർത്ഥം ഇതാണ്, കപികൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് എന്താ, അതിൻ്റെ ആ വ്യുത്പത്തിയെക്കുറിച്ച് നമ്മൾ സംസ്കൃതത്തിൽ വാചസ്പത്യം എന്ന് പറയുന്നൊരു വലിയ ഗ്രന്ഥമുണ്ട്, മഹത് ഗ്രന്ഥമുണ്ട്. വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ നിഷ്പത്തിയും പറയുന്നൊരു ഗ്രന്ഥമാണ്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, കപിത്ഥം എന്ന് പറഞ്ഞാൽ കപയഃ തിഷ്ഠന്ത്യത്ര. അത് വാചസ്പത്യത്തിലുള്ളതാണ്. ഇനി വേറൊരു മലയാളത്തിൽ അമരകോശത്തിൻ്റെ ഒരു വ്യാഖ്യാനം, അമരം പാരമേശ്വരി എന്ന് പറഞ്ഞുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമുണ്ട് മലയാളത്തിൽ. അപ്പോൾ എടുത്ത് നോക്കാം നിങ്ങൾക്ക്. അതിനകത്ത് കപിത്ഥം നോക്കിയാൽ ഇതേ അർത്ഥം തന്നെ പറഞ്ഞിട്ടുണ്ട്. കപികൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നേടം, കപയഃ തിഷ്ഠന്ത്യത്ര. അങ്ങനെയാണ് ഇതിന് കപിത്ഥം എന്ന് പേര് വന്നത്. കപിത്ഥം എന്ന പേര് വന്നത് ഏത് മരത്തിനാണ് പേര് കൊടുത്തത്? വിളാർമരം. അത് രണ്ടാമത്തെ കാര്യം. ഇവിടെ കപികൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അർത്ഥം. ഇനി ഇതും പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നൊരു പുസ്തകമാണ് ശബ്ദധാരാവലി, ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയുടെ. അതിൽ ആ കപിത്ഥം പുസ്തകം എടുത്ത് നോക്കിയാൽ, ആ വിഷയം എടുത്ത് നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കപിത്ഥം എന്ന് പറഞ്ഞാൽ കപികൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഇടം, കപികൾ ഇരിക്കുന്നിടം. കപയഃ ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ 3 ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് നോക്കാം. അപ്പോൾ കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം, ഉമയുടെ പുത്രനും, ശോകവിനാശകാരണം അല്ലെങ്കിൽ ശോകവിനാശകാരിണം, 2 പാഠമുണ്ട്. ദുഃഖം ഇല്ലാതെയാക്കുന്നതിന് കാരണമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ശോകം ഇല്ലാതാക്കുന്നവനും,
ദുഃഖങ്ങളെല്ലാം ഒഴിവാക്കുന്നവനും ആയ വിഘ്നേശ്വര പാദപങ്കജം, വിഘ്നേശ്വരൻ്റെ പാദപങ്കജത്തെ നമാമി, ഞാൻ നമിക്കുന്നു എന്നർത്ഥം. അതുപോലെ വേറൊരു വാക്കാണ് ഈ ജംബൂഫലത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് വളരെ പ്രസിദ്ധമായ കാളിദാസൻ്റെ ഒരു സമസ്യയുണ്ട്. ജംബൂഫലാനി പക്വാനി പതന്തി വിമലേ ജലേ കപികമ്പിത ശാഖാഭ്യാം ഗുളു ഗുഗുളു ഗുഗുളു. കേട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം പക്വാനി ജംബൂഫലാനി, പാകമായ പഴുത്ത ജംബൂഫലങ്ങൾ വിമലേ ജലേ പതന്തി, നിർമ്മലമായ ജലത്തിൽ പതിക്കുന്നു. എങ്ങനെയാണ് പതിക്കുന്നത്? കപികമ്പിത ശാഖാഭ്യാം, കപികൾ അതിൻ്റെ ശാഖകൾ പിടിച്ച് കമ്പനം ചെയ്ത് കുലുക്കുന്നു. കപികൾ അവർക്ക് സന്തോഷം കൊണ്ട് അതിൻ്റെ കമ്പുകൾ പിടിച്ച് കുലുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പഴുത്ത പഴങ്ങൾ നിർമ്മലമായ ജലത്തിൽ വീണിട്ട് ഗുളു 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 എന്ന് ശബ്ദം ഉണ്ടാകുന്നു. ഇത് കാളിദാസൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. അപ്പോൾ ഇതിലും ഈ ജംബൂ മരത്തിൻ്റെ, ഞാറൽ മരത്തിൻ്റെ കൊമ്പുകളിലും ഈ കപികൾ ചാടിക്കളിച്ച് നടക്കാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് മരങ്ങൾ പ്രത്യേകിച്ച്, ഇത് ഞാഴൽ മരവും ഈ ഈ വിടാൽ മരവും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ തപിദ്ധം എന്ന് പേര് വന്നത്? കപികളിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അതിന് എന്ത് പേര് വന്നു? കപിദ്ധം. അത് ഏത് മരമാണ്? വിടാൽ മരം. അതാണ് അത്രയുള്ള അർത്ഥം. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളോട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥമായ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും കപികൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മരം എന്ന് തന്നെ അതിന് അർത്ഥമുണ്ട്. മനസ്സിലായോ? ഇത് ഇത്രയും വിശദമായിട്ട് പറയാനുണ്ടായൊരു കാരണം, നമ്മുടെ ഒരു ബൈറ്റ് കണ്ടിട്ട് ഏതോ ഒരാൾ അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് പറഞ്ഞു. ഈ കവികളിരിക്കാൻ ആഗ്രഹിക്കുന്നൊക്കെയുള്ള തെറ്റാണ്, അങ്ങനെയൊന്നും അല്ല, വിളാർ മരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊക്കെ ശുദ്ധ അബദ്ധമാണ് ഈ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പ്രൊഫസറാണെന്നോ, മാത്രമല്ല നമ്മുടെ വിദ്യാപീഠത്തിൻ്റെ പേരുമൊക്കെ എടുത്തു പറഞ്ഞ്, ഗുരുനാഥൻ്റെ പേരുമൊക്കെ എടുത്തു പറഞ്ഞ് കരുതിക്കൂട്ടി നമ്മളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. അത് വേണ്ട പോലെ ഈ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റിയ കുഴപ്പമാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ, ഈ ആക്ഷേപം പറയാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ സാമാന്യമായിട്ടെങ്കിലും അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട്, ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അർത്ഥം പറഞ്ഞാൽ തിരക്കേടില്ലായിരുന്നു. കാര്യം ഈ 3 ഗ്രന്ഥങ്ങളും ഈ പറഞ്ഞ ആളിനോടുള്ളൊരു നിർദ്ദേശമാണ്. വാചസ്പത്യം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, സംസ്കൃത വ്യാഖ്യാനത്തിലുള്ളൊരു പുസ്തകമാണ്. അതൊന്ന് വായിച്ചു നോക്കുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ മലയാളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകമാണ് അമരം പാരമേശ്വരി. അതിലും ഇതേ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദധാരാവലി എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് കപികൾ ഇരിക്കുന്നിടം, കപയത്തിഷ്ടന്തി അത്ര, അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത്. അതിനാണ് പിന്നെ ആ മരത്തിൻ്റെ പേര് പറയുമ്പോൾ വിളാർ മരം എന്ന് പറയും. അപ്പോൾ ഈ 2 മരങ്ങളുടെയും പഴങ്ങളുടെ ചാറിനെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം. അപ്പം നമ്മൾ ഈ സ്ഥാപനത്തിലൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ, വിശേഷിച്ച് ഇങ്ങനൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയുണ്ട്. നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ വിഷ്ണു എന്നൊരു വാക്ക് പറയുമ്പോൾ ഒരു ഭഗവാൻ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളിവിടെ സമ്പ്രദായം എങ്ങനെയാണ്? വിഷ്ല് എന്നൊരു ധാതുവിൽ നിന്നാണ് വിഷ്ണു എന്ന പദം ഉണ്ടാകുന്നത്. വിഷ്ല് എന്ന് പറഞ്ഞാൽ വിഷ്ല് വ്യാപ്തവും, സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ രീതിയിൽ പദങ്ങളുടെ നിഷ്പത്തി കൂടി ചേർത്താണ് നമ്മൾ പഠിക്കുന്നതും പഠിക്കേണ്ടതും. പക്ഷേ ഇത് മനസ്സിലാക്കാതെ നമ്മൾ പറയും, സംസ്കൃതത്തിൽ ചൊല്ലുണ്ട് കശ്ചിത് കാന്താന്യാഹം എന്ന് പറയും. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ വേണ്ട പോലെ മനസ്സിലാക്കാതെ എടുത്തിയാടി അത് കരുതിക്കൂട്ടി ചെയ്യുന്ന പോലെ. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് അവസാനം വന്നത്, ഇങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊരാക്ഷേപം കൂടെ പറയുന്നത്. എന്തെങ്കിലും നമുക്ക് തെറ്റുപറ്റിയാൽ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്തതാണ്. പക്ഷേ ചിലർ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ പറയുമ്പോൾ സ്ഥാപനത്തിനും കൂടെ നമ്മുടെ ഗുരുനാഥനുമല്ലേ അതിൻ്റെ ഒരു ക്ഷീണം. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ അത് ശരിയായ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയണം. മാത്രമല്ല, അദ്ദേഹം ഒന്ന് വിചാരിക്കേണ്ടേ, ഇത് ഒരു ബിറ്റ് കൊടുത്തതാണ്. അതിനപ്പോൾ ബൈറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് പോകും. പൂർണ്ണമായും അങ്ങനെ കൊടുക്കാം. 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് അങ്ങനെ 1.5 മണിക്കൂറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ രീതിയിലെങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഒരു എന്ത് പറയുന്നത്, ഇന്നൊരു ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു സംശയം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇത് എന്ന് ചോദിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് കരുതിക്കൂട്ടി ആക്ഷേപിക്കാൻ ചെയ്തതുപോലെ തോന്നി. അതുകൊണ്ട് അത്രയും പറഞ്ഞെന്നുള്ളൂ. അപ്പം മനസ്സിലായല്ലോ.